الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. قد كان لكم آية في فئتين التقطا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. صدق الله العظيم. ആലു ഇമ്രാൻ 13-ാമത്തെ ആയത്ത്. അർത്ഥം പറയാം. ഖദ് തീർച്ചയായും, നിശ്ചയമായും, ഇന്ന എന്ന അർത്ഥത്തിൽ തന്നെ, കാന ഉണ്ട്, ലക്കും നിങ്ങൾക്ക്, ആയത്തുൻ ദൃഷ്ടാന്തം. ആയത്ത് നമ്മൾ കുറെ പഠിച്ചതാണ്. ഫി ഫിഅത്തൈൻ, ഫിഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഘം. ഫിഅത്തൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് സംഘം. ഫി ഫിഅത്തൈൻ, രണ്ട് സംഘങ്ങളിൽ. ഇൽതഖത, അവർ ഏറ്റുമുട്ടിയിരിക്കുന്നു. ഫിഅത്തുൻ, ഒരു സംഘം. തുഖാതിലു, അവർ യുദ്ധം ചെയ്യുന്നു. ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ. വ ഉഖ്റ, മറ്റേത്. കാഫിറത്തുൻ, സത്യനിഷേധികൾ. യറൗനഹും, അവർ കാണുന്നു. മിസ്ലൈഹിം, അവരുടെ ഇരട്ടിയായി. റഅയൽ ഐൻ, റഅയൽ ഐൻ, കൺകാഴ്ചയിൽ. എന്റെ കണ്ണോണ്ട് കണ്ടതാന്നൊക്കെ പറയില്ല, കൺകാഴ്ചയിൽ. വല്ലാഹു യുഅയ്യിദു, അല്ലാഹു പിൻബലം നൽകുന്നു. ബിനസ്രിഹി, അവന്റെ സഹായത്താൽ. മൻ യശാ, അവൻ ഇച്ഛിക്കുന്നവർക്ക്. ഇന്ന, തീർച്ചയായും, ഫീ ദാലിക, അതിലുണ്ട്. ലഇബറതൻ, ഗുണപാഠം. ലിഉലിൽ അബ്സ്വാർ, ഉൾക്കാഴ്ച ഉള്ളവർ. പരസ്പരം ഏറ്റുമുട്ടിയ രണ്ട് കൂട്ടരിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. ഒരു വിഭാഗം ദൈവമാർഗത്തിൽ പടവെട്ടുകയായിരുന്നു, മറുവിഭാഗം സത്യനിഷേധികൾ. സത്യനിഷേധികളുടെ ദൃഷ്ടിയിൽ സത്യവിശ്വാസികൾ തങ്ങളുടെ ഇരട്ടിയുള്ളതായാണ് തോന്നിയത്. അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവരെ തന്റെ സഹായത്താൽ കരുത്തരാക്കുന്നു. തീർച്ചയായും ഉൾക്കാഴ്ചയുള്ളവർക്കൊക്കെ ഇതിൽ വലിയ ഗുണപാഠമുണ്ട്. ഇത് ഒരർത്ഥമാണ്. ഈ ആയത്തിന് തന്നെ വേറെയും അർത്ഥങ്ങളുണ്ട്. അതെന്താന്ന് നമുക്ക് വിശദീകരിക്കുമ്പോൾ പറയാം. 12-ാമത്തെ ആയത്തിൽ പറഞ്ഞിരുന്നത്, സത്യനിഷേധികളോട് പറയുക, ഒട്ടും വൈകാതെ നിങ്ങൾ പരാജയപ്പെടും, കൂട്ടത്തോടെ നരകത്തീയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. അതെത്ര ചീത്ത താവളം എന്നായിരുന്നു. ഇപ്പോ ബദർ യുദ്ധത്തിന് ശേഷം, ബദർ യുദ്ധം എന്ന് പറയുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള, ഭൗതികമായ നോട്ടത്തില് വ്യത്യസ്തമായിട്ടുള്ള ഒരു വലിയ സൈനിക നീക്കമായിരുന്നല്ലോ. അപ്പൊ അതിനുശേഷം മദീനയിലുണ്ടായിരുന്ന ബനൂ ഖൈനുഖ എന്ന് പറയുന്ന ഗോത്രമാണ്, വലിയ ജൂത ഗോത്രമാണ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
പറയണ്ടായി. പ്രത്യേകിച്ച് അവരുടെ ഒരു അങ്ങാടിയിൽ വെച്ചിട്ട്, നീ യുദ്ധത്തിൽ വിവരമില്ലാത്ത ആൾക്കാരെ തോൽപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളടുത്ത് നിലപാടെടുക്കാനൊന്നും വരണ്ട. ഞങ്ങളോട് കളിച്ചാൽ ആൺകുട്ടികൾ ആരാന്ന് നിനക്ക് കാണാൻ പറ്റും എന്ന സ്വഭാവത്തിലൊക്കെ. അതിന്റെ ഒരു പശ്ചാത്തലം എന്താന്ന് ചോദിച്ചാൽ, ഈ ശരിക്കു പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാറിലേർപ്പെട്ട് മദീനയുടെ കൂടെ നിൽക്കേണ്ട ആൾക്കാരാണ് ഈ ബനു ഖൈനുഖാ. പക്ഷെ അവരെന്നെയാണ് ഖുറൈശികളെ വേറെ അർത്ഥത്തിൽ സഹായിച്ചത് ഈ ബദറിന്റെ വിഷയത്തിൽ. അപ്പൊ ആ സഹായം ചെയ്യാൻ പാടില്ലാത്തതാണ് അവർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മര്യാദയോടെ ഇവരുമായി കരാറിലേർപ്പെട്ട് ഇവർക്ക് വേണ്ട എല്ലാ അവകാശങ്ങളും വകവെച്ച് കൊടുത്ത് ഇവരുടെ പേഴ്സണൽ ലോ ഒക്കെ അംഗീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പൊ ആ സമയത്ത് അത്തരം ഒരു പണി അവർ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ അവര് അങ്ങനെ ഖുറൈശികളെ സഹായിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് യുദ്ധശേഷം അവരുമായിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരുന്നത്. അവർ വളരെ ധാർഷ്ട്യത്തോടു കൂടി, ശരിക്കും അവര് സോറി പറയാണ് വേണ്ടത്, പക്ഷെ വളരെ ധാർഷ്ട്യത്തോടു കൂടിയിട്ടാണ് അവര് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് ഈ 2 ആയത്തുകളും ഇറങ്ങിയിട്ടുള്ളത് എന്ന് ചില ആളുകൾ പറയുന്നത്. 2 ആയത്തുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സത്യനിഷേധികളോട് പറയുക, ഒട്ടും വൈകാതെ നിങ്ങൾ പരാജയപ്പെടും, അതായത് ഈ ലോകത്തും പരാജയപ്പെടും പരലോകത്തും പരാജയപ്പെടും എന്ന വാക്ക്. എന്നിട്ട് ഈ ബദറിനെ കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ശരിക്കും ഈ ബദർ എന്ന് പറയുന്ന സംഭവം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബദർ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വിചാരിക്കണ്ടോ അറിയില്ല, ആരെങ്കിലൊക്കെ വിചാരിക്കണ പോലെ ഒരുപാട് കാലം നീണ്ടു നിന്ന ഒരു യുദ്ധമല്ല. അപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു കാലത്ത് ഇതിന് യുദ്ധം തന്നെ പറയുമെന്നറിയില്ല. കാരണം നമ്മളെ മനസ്സിൽ യുദ്ധം എന്ന് പറയുമ്പോ ഇറാൻ അല്ലെ, ഇസ്രായേൽ ഇറാനിൽ ബോംബിട്ടു, അമേരിക്ക ഇറാഖിനെ തകർത്തു, അമേരിക്ക അഫ്ഗാനെ നശിപ്പിച്ചു, ഇതിനൊക്കെയാണല്ലോ യുദ്ധം എന്ന് പറയാം. അല്ലെങ്കിൽ റഷ്യ ഉക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, അങ്ങനെ കാലങ്ങൾ നീണ്ടു നിൽക്കുന്ന, സിവിലിയന്മാരെ കൊന്നുകളയുന്ന, വലിയ ആയുധങ്ങൾ പ്രയോഗിക്കുന്ന അത്തരം സംഗതികളാണ്. പക്ഷെ ബദറിൽ വളരെ കുറഞ്ഞ ആളുകളാണ് കൊല്ലപ്പെട്ടത്. വളരെ കുറഞ്ഞ ആൾക്കാർ, 2 പക്ഷത്തു നിന്നും കൂടിയും കുറഞ്ഞ ആൾക്കാർ. ഇനി അത് നടന്നതാകട്ടെ ഒരു ദിവസം മുഴുവൻ പോലും നടന്നിട്ടില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതൊന്നുമില്ല, കുറഞ്ഞൊരു സമയം. അപ്പോ ആൾബലം കൊണ്ട് വമ്പിച്ച ഒരു സംഗതിയല്ല, സമയദൈർഘ്യം കൊണ്ട് അങ്ങനെ ഒരുപാട് കാലം നീണ്ടുന്നതല്ല, ഇനി രാഷ്ട്രങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടുള്ള ഒരു ഭയങ്കര സംഭവമൊന്നുമല്ല. അങ്ങനെ നമ്മളെ ഒരു കണക്കുകൂട്ടൽ യുദ്ധം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര സംഭവമായിട്ട് അതില്ല. പക്ഷെ എന്നിട്ടും അള്ളാഹു പറയാണ് ബദർ എന്ന് പറയുന്നത് എന്താണ്? ഖദ് കാന ലക്കും ആയത്തുൻ. ഇവിടെ ബദർന്ന് പേരില്ല കേട്ടോ, ബദർന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ബദറാണ് ആ ആയത്ത് എന്ന് പറയുന്നത്. അതിനൊരു ആയത്തായിട്ട്, ഒരു ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു പറയാണ്. അത്രത്തോളം അതുണ്ട് എന്നതാണ്. വലഖദ് നസ്റക്കുമുല്ലാഹു ബി ബദരിൻ, അള്ളാഹു വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ബദറിൽ നിങ്ങളെ നാം സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. ബദർ ഒരു സ്ഥലത്തിന്റെ പേരാണ്. അതേപോലെ ബദറിനെ സൂചിപ്പിക്കുന്ന വേറെയും ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. സൂറ അൻഫാലിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ബദർ ആണ് ഇസ്ലാമിലെ ഒന്നാമത്തെ ഈ സായുധ സംഘടനം എന്ന് പറയുന്നതിൽ തന്നെ വലിയ മെസ്സേജ്. ഇവിടെ ബദർ എടുത്തു പറയുന്നത് ആർക്കൊക്കെ പാഠാണെന്ന് ചോദിച്ചാൽ, ഒന്ന് യഹൂദികൾക്ക് പാഠമാണ്, പിന്നെ ക്രൈസ്തവന്മാർക്ക് ഇതൊരു പാഠമാണ്,
പിന്നെ അറബികൾക്ക് തന്നെ ഇതൊരു പാഠമാണ്. സർവോപരി പരിശുദ്ധ ഖുർആൻ ഓതുന്ന വായിക്കുന്ന നമുക്ക് എല്ലാവർക്കും പാഠമാണ്. അങ്ങനെ ലോകത്തെമ്പാടും എല്ലാ കാലത്തുമുള്ള സകല സന്മാർഗ അന്വേഷികൾക്കും പാഠമാകുന്ന ആയത്താകുന്ന ഒരു സംഗതിയായിട്ടാണ് അള്ളാഹു താല ബദറിനെ കുറിച്ച് പറയുന്നത്. ബദറിൽ പോയ ആൾക്കാരൊക്കെയുള്ളത്? ബദറിൽ പോയ ആരാള്? കൈവന്തിക്ക് ബദറിൽ പോയവരുണ്ടെങ്കിൽ മക്കത്തൊന്നും ബദറില്ല. മക്കത്തൊന്നും ബദറില്ല. ബദർ പോയിക്കെങ്കിലേ ബദർ പോവും. ഹജ്ജിന് പോയ എല്ലാരും ബദർ പോവില്ല. ഉംറക്ക് പോയ എല്ലാരും ഒന്നും ബദർ പോയില്ല. ഓർമ്മയില്ല അല്ലെ? നിങ്ങൾക്കൊരു നേരിയ ഓർമ്മ ഉണ്ട് അല്ലെ? പോയിട്ടുണ്ടാവും എന്നുള്ള ഒരു ധാരണ ഉണ്ട്. ബദർ പോയാലും നിർബന്ധമൊന്നുമല്ല, അതിലൊരു പ്രത്യേകിച്ച് പുണ്യവുമില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി ഒന്നും ഇല്ല. നമ്മളെ ഹജ്ജിന്റെയോ ഉംറന്റെയോ ഒന്നും ഭാഗമായിട്ട് അത് നിർണയിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മള് പോവല്ലോ എന്തായാലും. പക്ഷെ അങ്ങനൊന്നും നിർണയിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ബദർ എന്ന് പറയുന്നത് ഒരു ആയത്താണ്. മക്കയിൽ നിന്ന് ഒട്ടേറെ യാത്ര ചെയ്താലാണ് ബദറിലെത്തുക. മദീനയിൽ നിന്നും മക്കയുടെ ഭാഗത്തേക്ക് കുറച്ച് വന്നാലാണ് ബദറിലെത്തുക. ഇപ്പൊ സാധാരണ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉംറക്കാരൊക്കെ കൊണ്ടുപോകുന്ന ആ വഴി അല്ല ബദർ, സാധാരണ പോണ വഴിയല്ല. എന്നാൽ ബദർ വഴിയും എന്ത് ചെയ്യാം? മദീനയിലേക്ക് പോകാം. അപ്പൊ ചില ബസ്സുകാരോട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ട് യാത്ര ക്രമീകരിക്കാറുണ്ട്. അതിന്റെ ശേഷം എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഡ്രൈവർമാരെ ശരിയാക്കിയിട്ടൊക്കെയാണ് ആൾക്കാർ പോവുക. അവിടെ പോയാൽ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ബദർ നടന്ന സ്ഥലം കാണാം. അവിടെ അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ആ പേരൊക്കെ ഒന്നുകൂടി വ്യക്തതയിൽ എഴുതി വെക്കുകയും ആളുകൾക്ക് കാണാൻ പറ്റുന്ന സ്വഭാവത്തിലാക്കുകയൊക്കെ ചെയ്തത്. മുമ്പ് അതൊന്നും ഇല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ആളുകൾ അവിടെ പോയിട്ട്, അവിടെ പോകാണ്ട് ഇവിടുന്ന് തന്നെ എന്താണ് അവിടെ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നൊരു തെറ്റായ സംഗതി ഉള്ളതുകൊണ്ട് അവിടെ ചെന്നാൽ പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ എന്താണെന്നറിയാം. ബസ്സിൽ നിന്ന് ഇറങ്ങാനൊന്നും അനുവദിക്കൂല ചില സമയങ്ങളിൽ. കാരണം അവിടെ ചെന്നിട്ട് എന്തെങ്കിലും മോശത്തരങ്ങൾ കാണിക്കുന്നേ. അപ്പോ ആ യുദ്ധം എന്ന് പറയുന്ന ബദർ എന്ന് പറയുന്ന ഈ പറഞ്ഞ ഈ സംഘർഷം ഉണ്ടല്ലോ, അത് സംഭവിച്ച സ്ഥലത്തിന്റെ പേരിലാണ് ആ യുദ്ധം അറിയപ്പെടുന്നത്. അത് ഉഹുദും അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. തബൂക്ക് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പല യുദ്ധങ്ങളും അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോ മുസ്ലിങ്ങളല്ലാത്തവർക്കെതിരിൽ, മറ്റു മതവിഭാഗങ്ങൾക്കെതിരിൽ നടത്തിയ ഒരു യുദ്ധമായിരുന്നു ബദറെങ്കിൽ അതിന് ബദർ നല്ല പേര് പറയാം. കാരണം എന്താണ്? മദീനയിൽ തന്നെ മുസ്ലിങ്ങളല്ലാത്തവരുണ്ടല്ലോ. മുസ്ലിങ്ങളല്ലാത്തവർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട് അല്ലെ, അതേപോലെ തന്നെ മജൂസികളുണ്ട്, വ്യത്യസ്ത മതവിഭാഗങ്ങൾ മദീനയിൽ തന്നെ ഉണ്ട്. അപ്പൊ മദീനയിൽ തന്നെ ഒരുപാട് മതവിഭാഗങ്ങൾ ഉണ്ടായിരിക്കെ, മുശ്രിക്കുകൾ ഉണ്ടായിരിക്കെ, അപ്പോൾ പിന്നെ മുസ്ലിങ്ങളല്ലാത്തവരെ കണ്ടുകൂടാ, മുസ്ലിങ്ങളല്ലാത്തവരോട് ആയുധെടുക്കുകയാണ്, മുസ്ലിങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോഴേക്ക് മുസ്ലിങ്ങളല്ലാത്തവരെല്ലാവരും കൈകാര്യം ചെയ്യാണ് എന്ന ഒരു നിലക്കല്ല യുദ്ധം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആ യുദ്ധം ഉണ്ടാവുക എവിടുന്നാണ്? മദീനയിൽ തന്നെ ഇവരൊക്കെ ഉണ്ടല്ലോ. മാത്രവുമല്ല മദീനയിൽ വെച്ച് തന്നെ മുശ്രിക്കുകളെ കശാപ്പ് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്തെളുപ്പാണ്. പക്ഷെ ആ മുശ്രിക്കുകളെ ഉൾപ്പെടെ, അവിടെയുള്ള മുശ്രിക്കുകളെയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും എല്ലാവരെയും അവിടെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്? യുദ്ധത്തിന് പോകാൻ. അപ്പൊ ഇവരൊക്കെ ഈ പോണ ബദരീങ്ങളുടെ സംരക്ഷണയിലാണ്. മക്കയിൽ നിന്ന് വന്ന വൈദേശിക ശക്തികളെ തുരത്താൻ വേണ്ടിയിട്ട് നടന്നൊരു സംഘർഷമാണ്. അത് തന്നെ മക്കയിൽ നിന്ന് ദൂരം ബദറിലേക്ക് മക്കയെന്നാണോ മദീന എന്നാണോ ദൂരം കൂടുതൽ? മക്കയെന്നാണ് ദൂരം കൂടുതൽ.
എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് മക്കയുടെ ഭാഗത്തേക്ക് പോയതല്ല. മക്കയിൽ നിന്ന് അവരെന്ത് ചെയ്തതാണ്? മദീനയുടെ നേരെ വന്നപ്പോൾ മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മദീനയുടെ പുറത്ത് ചെന്ന് അവരെ പ്രതിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇസ്ലാമിലെ യുദ്ധങ്ങൾ മതത്തിൽ പെടാത്തവർക്കെതിരെയുള്ള യുദ്ധമല്ല എന്നതിന്റെ ഒന്നാമത്തെ തെളിവ് തന്നെ ഒന്നാമത്തെ യുദ്ധത്തിന്റെ പേര് ബദർ എന്നാണ്. കാരണം മദീനയുടെ പുറത്താണ്. അപ്പൊ ആ സമയത്ത് തന്നെ ഈ ബനു ഖൈനുഖാ ഉൾപ്പെടെയുള്ള ആൾക്കാർ എവിടെ ഉണ്ട്? മദീനത്തിൽ. അവരൊന്നും ചെയ്തിട്ടില്ല. ഇനി മക്കക്കാരെന്താണ് ചെയ്തത്? മക്കയിൽ അബൂജഹലിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു പടയൊരുക്കം നടക്കുകയാണ് ചെയ്തത്. മക്കക്കാരെല്ലാവരും കൂടി അവരുടെ ബിസിനസ് അവരെല്ലാവരും ഷെയർ എടുത്തിട്ട് വലിയ യാത്രാ സംഘങ്ങളെ പറഞ്ഞു. അത് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ പല ഭാഗങ്ങളിലൂടെയാണ് യാത്രാ സംഘങ്ങൾ പോവുക. ആ മദീന വഴി കടന്നു പോകുന്ന കച്ചവട സംഘത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം ആക്രമിച്ചിരിക്കുന്നു. എന്നിട്ട് എല്ലാ സ്വത്തുക്കളും അവർ പിടിച്ചടക്കിയിരിക്കുന്നു എന്നെന്ത് ചെയ്തു? മക്കയിൽ പോയിട്ട് അവർ പ്രചരിപ്പിച്ചു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മക്കയിലുള്ള മുഴുവൻ ആൾക്കാർക്കും എന്തുണ്ടാവും? അതിൽ വൈരാഗ്യം ഉണ്ടാവും. കാരണം അവരെ സ്വത്ത് മൊത്തം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം പിടിച്ചടക്കി ആദ്യമേ ഇവര് പ്രചരിപ്പിക്കുന്നുണ്ട്, ഇവരെ എന്ത് ചെയ്ത് യസ്രിബിലേക്ക് ഇവരെ വിടരുത്, കാരണം ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് യസ്രിബിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കച്ചവട സംഘത്തെ ഇവർ പിടിച്ചു വെക്കും എന്ന് ആദ്യമേ പറയണേ. ഹിജറ തടയാൻ തന്നെ ഉണ്ടായ കാരണം അതായിരുന്നു. അപ്പൊ അതിലേക്ക് ഇവരിങ്ങനെ ഓരോ കോപ്പ് കൂട്ടി ഈ ശത്രുത വർദ്ധിപ്പിക്കാൻ എല്ലാ യുദ്ധങ്ങളുടെയും മുൻ പണി എന്താന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള കള്ളപ്രചാരണങ്ങളാണ്. ഇപ്പോ ഇറാഖില് എന്തുണ്ടെന്ന് പറഞ്ഞിട്ടാണ്? അണുവായുധം അല്ലെ? അണുവായുധം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ പ്രചരണം നടത്തിയത്. അപ്പൊ ആ പ്രചരണം വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ഇറാനെതിരെ ആക്രമിക്കുന്നത് അവിടെ ഇതുണ്ട്. അപ്പൊ പലതരം കള്ളപ്രചരണങ്ങളിലൂടെയാണ് യുദ്ധങ്ങൾ ഉണ്ടാവുക. അപ്പൊ മക്കയില് ഉള്ള ആൾക്കാർ ഇങ്ങനെ കള്ളപ്രചാരണം നടത്തി. പക്ഷെ അങ്ങനെ എല്ലാവരും ഒരുങ്ങി റെഡിയായിട്ട് ബദറിലേക്ക് പോകും വഴി അവർക്ക് മനസ്സിലായി മുഹമ്മദിനെ വിശ്വാസം ഉണ്ടാക്കിയിട്ടില്ല, ഇങ്ങനെ പിടിച്ചടക്കിയിട്ടൊന്നുമില്ല, ഇത് നമുക്കൊരു കിട്ടിയ ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്ന് മനസ്സിലായി. എന്നാ പിന്നെ നമ്മൾ തിരിച്ചു പോന്നാലോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. വെറുതെ എന്നാ പിന്നെ ഇനി ഒരു യുദ്ധം? അബൂജഹൽ പറഞ്ഞ ഇനി അതില്ല, ഇനി ഒരിക്കലും ഇത് ഉണ്ടാവരുത്, ഇതൊരു ഒരു നിത്യ പരിഹാരമായിരിക്കണം ഇത് ഇന്നത്തോട് കൂടിയിട്ട്. ഇനി മുതൽ അവർ വേണ്ട. കാരണം ഇനിയിപ്പോ നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കണ്ടേ, അതിനി വേണ്ട. ഇനി ഇതൊരു നിത്യകാലത്തേക്കുള്ള പരിഹാരമായിരിക്കണം. ആര്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അബൂജഹലിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നത്? അബൂ സുഫിയാന്റെ അബൂജഹലിന്റെ ഒക്കെ നേതൃത്വത്തില് ബദറിലേക്ക് അവർ വരും. അപ്പൊ ഇവിടുന്ന് പോയ ആളുകള് വളരെ കുറഞ്ഞ ആൾക്കാരാണ്. അത് മാത്രമല്ല, ഈ കുറഞ്ഞ ആൾക്കാരെന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര ആളുണ്ടായിരുന്നു ബദരീങ്ങള്? 313. ഈ 313-ൽ 2 വിഭാഗം ആൾക്കാരാണ് ഉള്ളത്. അന്ന് മൊത്തം മുസ്ലിങ്ങൾ 2 വിഭാഗമാണ് ഉള്ളത്. 2 വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ സുന്നി ഷിയ എന്നുള്ള ആൾക്കല്ല പറയുന്നത്. ഒന്നെന്താന്ന് ചോദിച്ചാൽ മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോയ മുഹാജിറുകളാണ്. മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോയ മുഹാജിറുകൾ. അവരുടെ നാട് എവിടെയാണ്? മക്കയാണ്. അവർ പോയത് എങ്ങനെയാണ്? എല്ലാം മക്കത്ത് ഉപേക്ഷിച്ച് കയ്യിലൊന്നുമില്ലാതെ പോയവരാണ്. അപ്പൊ അവര് മക്കത്ത് എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയി ഒരു കച്ചവടമൊക്കെ റെഡിയാക്കി, ഒരു കച്ചവടക്കാരാണ്, കച്ചവടമാണ് അവർക്ക് അറിയാം, ഒരു കച്ചവടമൊക്കെ റെഡിയാക്കി ഒന്ന് സ്റ്റേബിൾ ആയിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ല. അതാണ് അവസരം. രണ്ടാമത്തത് അൻസ്വാരികളാണ്. അൻസ്വാരികൾ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരാണ്, അധികവും മദീനക്കാരാണ്. അവരുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ അവർക്ക് ആകെ നബിനെ കാണാൻ കഴിഞ്ഞത് എത്ര കൊല്ലാണ്? 2 കൊല്ലം. നബി അത്രയല്ല അവിടെ എത്തിയിട്ടുള്ളൂ. ഇപ്പൊ നബിയുടെ കൂടെയുള്ള ശിക്ഷണ പരിശീലനങ്ങൾക്ക് ആകെ നബിയുടെ കൂടെ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞത് വെറും 2 കൊല്ലം. അപ്പൊ 2 കൊല്ലം മാത്രം നബിയെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള അൻസ്വാരികളും
മക്ക വിട്ട് മദീനയിലെത്തി വെറും 2 കൊല്ലം മാത്രമായിട്ടുള്ള മുഹാജിറുകൾ. അവരുടെ കയ്യിൽ യുദ്ധം അവർ പ്രതീക്ഷിക്കുന്നില്ല. യുദ്ധത്തിനുള്ള പടക്കോപ്പുകൾ, ആയുധങ്ങൾ, സംഗതികൾ ഒന്നും അവരുടെ കയ്യിലില്ല. പിന്നെ ഏതൊരു അറബിന്റെയും പുരയിൽ തപ്പി നോക്കിയാൽ കിട്ടുന്ന അക്കാലത്തെ ഏതാനും ചില വാളോ പരിചയോ ഇങ്ങനെയൊക്കെയുള്ള 6 ആളുകൾക്ക് ഒരു പടയങ്കിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. 6 ആളുകൾക്ക് ഒരു പടയങ്കി ഉണ്ടായിട്ടുണ്ട്. വളരെ കുറഞ്ഞ കുതിര, എണ്ണാൻ പറ്റുന്ന അത്രയും ഒട്ടകങ്ങൾ, വളരെ കുറഞ്ഞ കുന്തം, വാള്, ഇങ്ങനെയുള്ള കുറഞ്ഞ സാമഗ്രികൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ആൾബലവും കുറവാണ്. എന്നാൽ മക്കക്കാര് ദീർഘകാലമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഒരുങ്ങിയ ആളുകളാണ്, ഒന്നും ഉപേക്ഷിച്ചിട്ടില്ലാത്തവരാണ്. മുഹാജിറുകളായ ആളുകൾ ഉപേക്ഷിച്ചു പോയ സ്വത്തും കൂടി കൈയടക്കിയ ആൾക്കാരാണ്. എന്തിനും മതിയായവരാണ്, ഒരുങ്ങി പുറപ്പെട്ടവരാണ്. 1000-ഓളം ആളുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ് ചെയ്തത്. ഇങ്ങനെ വരുന്ന ഒരു ടീമിനെ നേരിടാൻ എന്താണ്, വെറും 313 ആൾക്കാരുടെ ഒരു സൈന്യം ഇപ്പുറത്ത്. ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള സംഘർഷമാണ് ഈ പറഞ്ഞ ബദർ. അപ്പൊ അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ചില പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. എത്രത്തോളം ചോദിച്ചാൽ, മക്കയിലെ ഖുറൈശി പ്രമുഖരായ നേതാക്കന്മാർ ഇന്നയിടത്ത് വെച്ച് കൊല്ലപ്പെടും, അയാൾ ഇന്നടത്ത് വെച്ച് കൊല്ലപ്പെടും എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തിരുന്നു യുദ്ധത്തിന് മുമ്പ് തന്നെ. അതൊക്കെ അവിടെ ഉള്ളവർ കാണുന്നുണ്ട്. അതുപോലും യാഥാർത്ഥ്യമായി പുലർന്നു കഴിഞ്ഞ ഒരു സംഭവമായിരുന്നു ബദർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതൊരു ആയത്താണ്, അള്ളാഹുവിനെ കണ്ടെത്താനും മനസ്സിലാക്കാനുമുള്ള ആയത്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാനുണ്ടായ സാഹചര്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, എല്ലാവരെയും വിളിച്ചുകൂട്ടി. നമുക്കറിയുന്ന സംഭവമാണ്. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അള്ളാഹു ഇങ്ങനെ ഒരു അനുവാദം തന്നിട്ടുണ്ട് അവരെ പ്രതിരോധിക്കാൻ എന്ന് പറഞ്ഞു. ഉടനെ അവരെന്ത് പറഞ്ഞു? ഞങ്ങള് റെഡിയാണ്. കാരണം ഞങ്ങൾ മൂസാ നബിന്റെ ആൾക്കാര് പറഞ്ഞ പോലെ പറയൂല. മൂസാ നബിന്റെ ആൾക്കാർ പറഞ്ഞ് നമ്മൾ അൽബക്കറിൽ പഠിച്ചു, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, ഈ എന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു പോരുന്നു. അങ്ങനെ ഞങ്ങൾ പറയൂല, ഞങ്ങൾ വരാൻ തയ്യാറാണ്, കടലിലേക്ക് നയിച്ചാലും ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് അവരുടെ അനുസരണ പ്രതിജ്ഞ പുതുക്കി. മദീനയുടെ കാവലേൽപ്പിക്കപ്പെട്ട കുറഞ്ഞ ആൾക്കാരൊഴികെ, അങ്ങനെ ചില ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, കുറഞ്ഞ ആൾക്കാരൊഴികെ ബാക്കിയുള്ള എല്ലാവരും ബദറിലേക്ക് പോയി. അങ്ങനെ ബദറിലെത്തി. ബദറിൽ വെച്ച് വലിയ പോരാട്ടം നടന്നു. അബൂജഹൽ കൊല്ലപ്പെട്ടു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അവിടെ സംഭവിച്ചു. ആ യുദ്ധത്തില് ഒരു ന്യായവും, ഭൗതികമായ ഒരു ന്യായവും ഇല്ലാതെ ആണ് വിജയിച്ചത്. ഭൗതികമായ കണക്കുകൂട്ടലുകൾക്കും ന്യായങ്ങൾക്കും എല്ലാം അപ്പുറത്ത് അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് മലക്കുകളെ ഇറക്കി വിജയിപ്പിച്ച ഒരു യുദ്ധമാണ്. അപ്പൊ മലക്കുകൾ ഇറങ്ങണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ട് ഇസ്ലാമിൽ ബദറല്ല ഉണ്ടായിരുന്നത്. ഇസ്ലാമിൽ ആദ്യമായിട്ട് ബദറല്ല, യുദ്ധം എന്നുള്ള ആൾക്കല്ല ഞാൻ പറഞ്ഞത്. കാരണം അവർ ഇസ്ലാം സ്വീകരിക്കുന്നു, അതിന്റെ മാർഗത്തിൽ അവർ നേരിടേണ്ടി വരുന്ന കഷ്ടതകൾ, പ്രയാസങ്ങളെല്ലാം അവർ സഹിക്കുന്നു, അവർ ബഹിഷ്കരിക്കപ്പെടുന്നു, നാട് ഉപേക്ഷിച്ചു പോരുന്നു, അവരതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സഹിക്കുന്നുണ്ട്. എത്ര കൊല്ലം? 15 കൊല്ലം, 13 കൊല്ലം അവർ മക്കയിൽ ജീവിച്ചില്ലേ? ആ മക്കയിൽ ജീവിച്ചപ്പോ അവര് സഹിച്ച ത്യാഗങ്ങൾക്ക് കയ്യും കണക്കൂല. അതിനിടയിൽ അവിടെയുള്ള രക്തസാക്ഷിയാവുന്നില്ലേ? സുമയ്യ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെ തിരിച്ചടിക്കുന്നില്ല. അവര് കൈ കൂട്ടിക്കെട്ടിയ പോലെയാണ് അവര്. അവിടൊക്കെ അള്ളാഹു അവരോട് പറയണ എന്താണ്? നിങ്ങൾ ക്ഷമിക്കൂ, സ്ബിറു സ്ബിറു, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സുബറൻ ആല യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്ക്, സ്വർഗമുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് 13 കൊല്ലം ഇവരാരും കയറ് പൊട്ടിച്ചില്ല, തീവ്രവാദത്തിലേക്ക് പോയില്ല, അന്ധക്കേട് കാണിച്ചില്ല, അവിവേകം കാണിച്ചില്ല. അവർ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നു. അതോടൊപ്പം ധാർമ്മിക വിശുദ്ധി ഉള്ളവരായി തീർന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അനുഷ്ഠാനങ്ങളിൽ
ഇസ്ലാമികമായ കുറെ കാര്യങ്ങൾ കൊണ്ടുവരികയും ജീവിതം എല്ലാവരെ പോലെയും തന്നെ ആവുകയും ആയിരുന്നില്ല അവർ ചെയ്തിരുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, ജീവിതം നോക്കിയാൽ ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ ഒരു സാഹചര്യം എന്താന്ന് വെച്ചാൽ, പിന്നെ ഓന് ഓൻ ആരാധിക്കാൻ പോണത് എവിടെ നിന്ന് നോക്കിയാലേ നമുക്ക് ഓൻ ആരാന്ന് മനസ്സിലാവുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ തട്ടിട്ടിടണോ അല്ലേ നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും. അല്ലാത്ത ഒരാളെ ആരാധിക്കുന്നത് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഏതാണ്. അതേ സമയത്ത് ജീവിതം ഒരേ മാതിരിയാണ്, എല്ലായിടത്തും ഒരേ മാതിരിയാണ്. എല്ലാ രംഗങ്ങളിലും, കച്ചവടങ്ങളിൽ ഒരു ഇടപാട് നോക്കി ഒരു ഇടപാട് നടത്തി വെക്കാൻ മനസ്സിലാവുമോ ഇവൻ ഏതാണ് ആദർശം എന്ന്? മനസ്സിലാവുന്നില്ല. കാരണം ഇടപാടുകളിലും ഇടപഴകലുകളിലും ആഘോഷങ്ങളിലും ആചാരങ്ങൾ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ഒരേപോലെയാണ്. എല്ലാ തോന്നിവാസങ്ങളിലും എല്ലാവരും ഉണ്ട്. അതേ സമയത്ത് ചിലർ പള്ളിയിൽ പോകും, ചിലർ. പക്ഷെ മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർ അങ്ങനെ ആയിരുന്നില്ല. അവരുടെ ഭക്ഷണശീലങ്ങളിൽ തന്നെ അവർ മാറ്റം വരുത്തി എന്നുള്ളതാണ്. ഇസ്ലാം സ്വീകരിക്കുന്നതോട് കൂടിയിട്ട് അവര് ആകെ മൊത്തം മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവര് ഹിജറ പോകുമ്പോ അവരുടെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ വേണമെങ്കിൽ പോയിക്കോ, പക്ഷെ ഇതെല്ലാം ഇവിടെ വെക്കേണ്ടി വരും. ഒരു കച്ചവടക്കാരൻ എന്താ പറയാ? ഒരു കച്ചവട ചരക്കിന്റെ മുകളിൽ തൊട്ടാൽ കച്ചവടക്കാരൻ എന്താ പറയാ? തൽക്കാലം എന്നാ ഞാൻ നാളെ മറ്റൊരാള് ഹിജറ വന്നാ പോരെ. അതല്ലേ ഒരു ഐഡിയ. വെറുതെ എന്തെങ്കിലും കൂടി നഷ്ടപ്പെടുത്തണ്ടല്ലോ. സക്കാത്ത് കൊടുക്കാൻ പൈസ എന്റെ അടുത്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നല്ലേ പോണോ ഉസ്താദെ, അല്ലേ? ഞാൻ സക്കാത്ത് കൊടുക്കണവനായിട്ട് നിലക്കലല്ലേ ഇങ്ങൾക്കും പോണോ? അതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യാ, ഞാൻ നാളെ മറ്റന്നാൾ വരാം, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ സാഹചര്യം ഒത്തിട്ട് വരാം, ഈ കച്ചവടച്ചരക്ക് ഇപ്പൊ എന്താക്കണ്ട എന്നല്ലേ പറയാ. പക്ഷെ ഇവര് ചോദിച്ചെന്താ, ഇതാണോ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെടുത്തോ. മനസ്സിലായില്ലേ? നിങ്ങളെടുത്തോ. അങ്ങനെ സ്വന്തത്തിൻ്റെത് പോലും വിട്ടുകൊടുക്കുകയും എന്നാ പിന്നെ വരുന്ന വഴിക്ക് കിട്ടുന്നത് എടുത്തങ്ങ് പോവുക, അങ്ങനെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കിടത്തി പോരുമ്പോൾ തന്റെ കൈവശം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുവകളെല്ലാം തിരിച്ചേൽപ്പിച്ചിട്ടാണ് പോണത്. അത് ഭയങ്കരമായ ഒരു ധാർമ്മികതയാണ്. യുദ്ധത്തിൽ പോലും അന്യന്റെ മുതല് ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഇട്ടെറിഞ്ഞു പോരുന്ന ഒരു സന്ദർഭത്തിൽ പോലും, ഇത്രയും പീഡിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ, കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞിരിക്കുന്ന സമയത്താണ് ആ വളഞ്ഞോന്റെയും കൂടി മുതൽ എന്ത് ചെയ്യുന്നത്, തിരിച്ചേൽപ്പിക്കുന്നത്. അതിന് ചില്ലറ ധൈര്യം പോരാ. ആളുകളെ ബോംബെറിഞ്ഞ് കൊല്ലാനോ വാളെടുത്ത് വെട്ടാനോ അല്ല ധൈര്യം വേണ്ടത്. ധൈര്യം എന്തിനാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, അന്യന്റെ മുതൽ അതൊരോലച്ചീന്തായാൽ പോലും ഞാൻ എടുക്കൂല, എനിക്കത് വേണ്ട, അതെന്റെ സ്വത്തിലായി പോകാൻ പാടില്ല എന്ന് കാണിക്കാനുള്ള ധൈര്യമാണ് യഥാർത്ഥ ധൈര്യം എന്ന് പറഞ്ഞത്. ആ ധൈര്യം ആര് കാണിച്ചു? ആ ബദരീങ്ങൾ കാണിച്ചു. അതുകൊണ്ടാണ് ബദറിൽ അല്ലാഹു സുബ്ഹാനഹു തആല അപ്പോ അവരുടെ ആദർശം, അവരുടെ ലക്ഷ്യബോധം, അവരുടെ ഉഖ്വത്ത്, അവരുടെ പരസ്പരം സഹവർത്തിത്വം, അവരുടെ ഈ മാർഗത്തിലുള്ള സന്നദ്ധത, അവരുടെ ധാർമ്മിക വിശുദ്ധിയും നിലവാരം. അപ്പോഴാ മലക്കുകൾ ഇറങ്ങാം. നമുക്ക് മലക്കുകൾ ഇറങ്ങണം, പക്ഷെ മലക്കൾ നമുക്ക് ഇറങ്ങണം. എന്താ മോശമാവോ? മലക്കള് നമ്മളെ പരീക്ഷ നടത്തുന്നവർക്ക് വരെ മലക്കൾ ഇറങ്ങണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പഠിച്ചോനെ മലക്കൾ വന്നിട്ട് എന്റെ പരീക്ഷ എഴുതി തരണേ. എന്ത് പരീക്ഷ? ഒന്നും പഠിച്ചിട്ടില്ല, പഠിക്കേണ്ട ഒരു സമയത്തും ഒരു പണി എടുത്തിട്ടില്ല. എന്നിട്ട് പരീക്ഷയിൽ ഇരുന്നിട്ട് അവൻ പറയണെന്ത്, എന്റെ ചോദ്യത്തിന്റെ ഉത്തരക്കം മലക്കൾ. എന്നിട്ട് അതിന്റെ പെന്ന് വെക്കണ പണിയാണ് നമുക്ക്. ഈ പെന്ന് കൊണ്ടുപോയാല് പരീക്ഷ താനേ എഴുതും. ഈ ജാതി പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമുക്ക് ബദരീങ്ങളത്ത് കിട്ടിയ സഹായം നമുക്ക് കിട്ടാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഏതായാലും ബദറിൽ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിച്ചു. അങ്ങനെ സഹായിച്ചപ്പോൾ ഭൗതികമായ എല്ലാ ന്യായങ്ങളും പരാജയപ്പെടുകയും ഭൗതിക ന്യായങ്ങൾക്കും യുക്തിക്കും അപ്പുറത്ത് ചിലതുണ്ട് എന്ന് ലോകം അവസാനിക്കും വരെയുള്ള സകല മനുഷ്യർക്കും പാഠമാകും വിധത്തിലുള്ളൊരു മഹാവിജയം. അതുകൊണ്ടാണ് യൗമുൽ ഫുർഖാൻ എന്ന് ബദർ ദിനത്തിന് പറയുന്നു. യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെട്ട ദിവസമാണ്. സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെട്ട ദിവസമാണ്.
ആൾബലമല്ല പ്രധാനം. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ അൽബക്കറ പഠിച്ചപ്പോ, അൽബക്കറ പഠിച്ചവർക്ക് ഓർമ്മ ഉണ്ടാവേ, ഇതിന് സമാനമായ ഒരു സംഭവം ഇസ്രായേൽ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. പറയൂ. ഈ ടീച്ചർ എന്തല്ലോ പറയുന്നുണ്ട്, ശരിയാ? അല്ല, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയല്ലോ പറയാൻ. അൽഹംദുലില്ലാ. ഇവരാരെങ്കിലും ശ്രമിച്ചു നോക്കട്ടെ. നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ ഉണ്ടോ അൽബക്കറ പഠിച്ചവരെ? അൽബക്കറ പഠിച്ചവർ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് നിങ്ങൾ. പറയൂ. ഇതിന് സമാനമായ ഒരു സംഭവം ഇസ്രായേൽ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു? ആരെങ്കിലും പറയൂ. പരീക്ഷ നടത്തിയിട്ടില്ല, അതാണ് പ്രശ്നം. പരീക്ഷ നടത്തേണ്ടിയിരുന്നു. ആർക്കെങ്കിലും അറിയോ? പറയും. ആണുങ്ങൾക്കും പറയാം, പെണ്ണുങ്ങൾക്കും പറയാം, ആർക്കും പറയാം. ബദർ യുദ്ധത്തിന് സമാനമായ, ശരിക്കു പറഞ്ഞാൽ ആ പിക്ചർ ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചാൽ ഇത് രണ്ടും ഒരേപോലെയാണെന്ന് തോന്നുന്നതാണ്. നമ്മൾ പറഞ്ഞു, ഇസ്രായേൽ സമൂഹമാണ് മദീനയിലെ ഒന്നാമത്തെ അഭിസംബോധിതർ, അല്ലെ? ഈ പറയുന്ന ആയത്തിനെ പറ്റി ആമുഖത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇസ്രായേൽ സമൂഹത്തിലുള്ള ആളുകളോട് ബദറിനെ കുറിച്ച് പറയുമ്പോൾ ഓർക്ക് ഇത് വേഗം കത്തണം. കത്തണം എന്നുള്ളത് പുതിയ ഭാഷ. മനസ്സിലാവണം. എന്ത് മനസ്സിലാവണം? ഇതിന് സമാനമായ ഒരു സംഭവം അവർക്ക് പരിചയമുള്ളതുണ്ട്. ആ പരിചയമുള്ള സംഭവത്തിലേക്ക് ഇതിനെ യോജിപ്പിച്ച് നിർത്തിയാൽ അവർക്കത് വേഗം മനസ്സിലാവും. മനസ്സിലാവണം. ആർക്കും മനസ്സിലായില്ല? ആർക്കും ഓടിയില്ല അല്ലേ? കത്തിയില്ല. നിങ്ങൾ പറഞ്ഞാൽ ഓൽക്ക് മനസ്സിലാകണ്ടേ? സംഗതി നിങ്ങൾ പറഞ്ഞു തന്നെയാണ്, പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലാവണ്ടേ? ഫിലിസ്ത്യരായിട്ട് നടന്നിട്ടുള്ള വലിയ ഒരു പോരാട്ടമില്ലേ, ജാലൂത്ത്, ഗോലിയാത്ത്, അല്ലേ? ഞങ്ങൾക്ക് എന്താണ് രാജാവിന് തരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം നടന്നില്ല. ആരാണ് എന്നിട്ട് കൊടുത്തത്? ആരാ കൊടുത്തത്? താലൂത്തിനെ കൊടുത്തു. താലൂത്തിനെ കൊടുത്തിട്ട് താലൂത്ത് എന്ത് ചെയ്തു? യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി. എന്നിട്ട് ജാലൂത്തിനെ, നിങ്ങൾ പറയരുതേ, നിങ്ങൾ മിണ്ടാതിരിക്കണേ. ജാലൂത്തിനെ വധിച്ചത് ആരായിരുന്നു? ആരാണ്? ഞാൻ വിചാരിച്ച് നിങ്ങൾ പറയരുത് എന്നിട്ട് ഇത് പറയുമ്പോ എന്റെ ഒരു കൂടി ഇപ്പൊ വിളിച്ചറിയുന്നു. അപ്പൊ സംഗതി ആരും പറയണില്ല. ജാലൂത്തിനെ ആരാണ് വധിച്ചത്? ദാവൂദ്, അല്ലേ? ദാവൂദ് അലൈഹിസ്സലാം വധിച്ചു. എങ്ങനെ വധിച്ചത്? വെടിവെച്ചതാ? അതുകൊണ്ടാണ് വധിച്ചത്. അപ്പൊ ഇതൊക്കെ പിന്നെ യഥാർത്ഥത്തിൽ ഒരു ഭൗതികമായ ന്യായം വെച്ച് നോക്കുമ്പോൾ ജാലൂത്തിനെ വധിക്കാനൊന്നും ആർക്ക് കഴിയില്ല. ഇവർക്ക് കഴിയില്ല. ഇവർക്ക് ശക്തിയൊന്നുമില്ല. ഇവർക്ക് ഭയങ്കരമായ പവറൊന്നും ഇവരെടുത്തില്ല. ജാലൂത്ത് എന്ന് പറയുന്നത് ഭയങ്കരനായ ഒരാളാണ്. ഭീമാകാരനായ ഭയങ്കര പോരാളിയും അതിശക്തനുമാണ്. അവരുടെ കയ്യിലാണ് ആയുധങ്ങളുടെ കൂമ്പാരമുള്ളത്, എല്ലാം ഉള്ളത്. എന്നിട്ട് യുദ്ധത്തിന് ജാലൂത്തിന്റെ സൈന്യത്തിൽ നിന്ന് ആരാ വരുന്നതെന്ന് വെച്ചപ്പോ ദാവീദ് അല്ലെങ്കിൽ ദാവൂദ് അലൈഹിസ്സലാം വന്നപ്പോ അവർക്ക് ചിരി വരികയാണ് ചെയ്യുന്നത്. കാരണം ഇവനോ, ഈ പയ്യനോ എന്നതാണ്. ഈ പയ്യൻ എന്താക്കാനാണ് എന്ന നിലയ്ക്ക് നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതോട് കൂടിയിട്ട് ജാലൂത്ത് നിലംപരിശായി. ജാലൂത്ത് നിലംപരിശായതോട് കൂടിയിട്ട് ജാലൂത്തിന്റെ സൈന്യം എന്താവുന്നു? പരാജയപ്പെടുന്നു.
അപ്പൊ ഇത് അള്ളാഹുവിന്റെ ഒരു ഇടപെടലിലൂടെ, കാരണം ഒറ്റ കല്ലാണ്, ആ കല്ല് കൊള്ളേണ്ടിടത്ത് കൊണ്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ടാമതൊരു ഏറിനുള്ള ഒരു ചാൻസ് ഇല്ല. അത് ആർക്ക് മാത്രമാണ്? ദാവൂദിന് മാത്രമല്ല അത് അപകടം. അതാ ഇസ്രായേൽ സൈന്യത്തെ തന്നെ നിശേഷം തുടച്ചു നീക്കാൻ പര്യാപ്തമായ ഒരു കാര്യമാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഒരു വല്ലാത്ത സഹായം അവർക്ക് കിട്ടുകയും അതോടുകൂടി, അപ്പൊ ഇത് അറിയുന്നവരല്ലേ നിങ്ങള്? നിങ്ങൾക്കിത് മനസ്സിലായില്ലേ? അതേ കാര്യം ഇതാ ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. മുഹമ്മദും സൈന്യവും പോകുന്നു. സൈന്യം എന്ന് പറയാനില്ലല്ലോ, സാധാരണക്കാരാണ്. അല്ലാതെ നമ്മൾ ഈ സൈന്യം എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ മനസ്സിലാക്കുക എന്താണ്? പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ അങ്ങനൊന്നും അല്ലല്ലോ. സാധാരണക്കാരായ മനുഷ്യരാണ്, പല പ്രായക്കാരാണ്, പല പണിയെടുക്കുന്ന ആളുകളാണ്, പല പല കഴിവുള്ള ആളുകളാണ്. ഒരേ ഉയരുള്ള, ഒരേ മാർച്ച് ചെയ്യുന്ന, അതല്ലേ സൈന്യം? അതല്ലല്ലോ. ഇത് പലതരം ശാരീരിക ശേഷിയും കഴിവുമൊക്കെ ഉള്ള മനുഷ്യന്മാര്, അതാ കുറഞ്ഞ ആൾക്കാര്, അതന്നെ ഒന്നുമില്ല അവരുടെ കയ്യില്. അവര് പോയിട്ട് ഈ വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തി തിരിച്ചു വരുന്നു. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ അവര് പറയേണ്ടിയിരുന്നു, അതെ ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു, ഇത് പണ്ട് താലൂത്തിനെ പറഞ്ഞയച്ച, ദാവൂദിനെ സഹായിച്ച, അല്ലെ, പണ്ട് ഗോലിയാത്തിന്റെ സൈന്യത്തെ തകർത്ത് കളഞ്ഞ, പണ്ട് ഫലസ്തീനെ മോചിപ്പിക്കാൻ സഹായിച്ച അതേ നാഥൻ തന്നെ അവന്റെ കിതാബിൽ പറഞ്ഞ നബിയാണിത്, ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു, ഞങ്ങൾക്കിത് ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം അന്ന് ദാവൂദിനെയും സുലൈമാനെയും മൂസയെയും ഈസയെയും ഒക്കെ പറഞ്ഞയച്ച അതേ നബി, അതേ അള്ളാഹു പറഞ്ഞതാണ്, ഇനി എന്ത് ചെയ്യും, നിങ്ങൾക്ക് നബിനെ അയച്ചു തരുമെന്ന് പറഞ്ഞതാണ്, ഞങ്ങളത് ആഘോഷിച്ച് നടന്നതാണ്, നബി വരാനുണ്ടെന്ന് പ്രതീക്ഷിച്ചതാണ്, ആ നബി ഇതാ വന്നിരിക്കുന്നു എന്നവർ പറയേണ്ടിയിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? അത് പറഞ്ഞില്ല. അവർ പറയാതിരുന്നു എന്ന് മാത്രല്ല, അവർ വീമ്പളക്കാണ് ചെയ്തത്. ഇത് ഓരോടായിട്ട് ജയിച്ചാണ്, ഞങ്ങളോട് കളിച്ചാൽ ഇതായിരിക്കൂല സ്ഥിതി എന്നാണ് അവർ പറഞ്ഞത്. അതാണ് വ്യത്യാസം. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വേറെയും അർത്ഥം ഉണ്ടോ എന്ന് പറഞ്ഞ എന്താന്ന് ചോദിച്ചാല്, ഇതാ ആയത്തും ഫീ ഫിഅത്തൈൻ ഇൽതഖതാ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ല. ഒന്ന് അർത്ഥ വ്യത്യാസത്തിലേക്ക് ഞാൻ വരാം, അതിന് മുമ്പ് പറയാം. ഒന്ന്, രണ്ട് സംഘങ്ങളാണ്. ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സംഘം. ഇതിലുള്ള ആയത്തുകളിൽ ഇതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. എന്താന്ന് ചോദിച്ചാൽ, രണ്ട് സംഘങ്ങളുടെയും അവസ്ഥകൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ 313 ആൾക്കാരും ഈ 1000 ആൾക്കാരും അവരുടെ വരവിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, അവർ തമ്പടിച്ചത് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതൊക്കെ പാഠമാണ് ജനങ്ങൾക്ക്. ഇന്നത്തെ യുദ്ധം പോലെ നട്ടപ്പാതിരക്ക് ആള് കിടന്നുറങ്ങുന്നവർക്ക് ബോംബിടല്ല. ഇവരുടെ വരവ്, ഇവര് വന്നത്, ആ പ്രദേശത്ത് തമ്പടിക്കുന്നത്, ഇതൊക്കെ നാട്ടില് വാർത്തയാവും. മക്കയിൽ നിന്ന് വന്നവരുടെ കൂട്ടത്തിൽ പെണ്ണും ഉണ്ടായിരുന്നു, കള്ളും ഉണ്ടായിരുന്നു. പെണ്ണും ഉണ്ടായിരുന്നു, കള്ളും ഉണ്ടായിരുന്നു. പെണ്ണെന്തിനാന്ന് വെച്ചാൽ നൃത്തം ചെയ്യാനും ഇവരെ പ്രചോദിപ്പിക്കാനും ഇവരോട് ഇവർക്ക് സുഖം നൽകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പെണ്ണ് വന്നത്. അപ്പോ ബദർ യുദ്ധത്തിന്റെ തലേനാൾ അവര് നല്ല കുട്ടിച്ച് പിമ്പിരിയായിട്ട് തോന്നിയാസം കളിക്കുന്ന പരിപാടിയായിരുന്നു അവർക്കുണ്ടായത്. ആർക്കുണ്ടായത്? മക്കക്കാരായ മുശ്രിക്കുകളായ ആളുകൾ. അപ്പൊ അതില് സുന്ദരികളായ അടിമ സ്ത്രീകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് ഇവരെങ്ങനെ പ്രചോദിപ്പിക്കും, എനിക്ക് നാളെ നിങ്ങളുടെ വീരശൂര പരാക്രമം കാണണം, നിങ്ങൾ ആരാണ് ഇങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ. അതിനാണ് ഓല നിർത്തിയത്. ഓൽക്കതാ പണി. അപ്പൊ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, നാളെ ഞാൻ വെട്ടുന്നെങ്കിൽ നോക്കിക്കൊള്ളാണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓലിങ്ങനെ ഒരവസ്ഥയിലായി. അപ്പോ അങ്ങനെ മദ്യത്തിന്റെയും മദിരാക്ഷിയുടെയും ഒക്കെ ഒരു രീതിയിലാണ് മുശ്രിക്കുകൾ ഉണ്ടായത്. അതേ സമയത്ത് ഇവര് രാത്രിയില് റബ്ബാൻ പില്ലയിൽ ഫുർസാനും പിന്നഹാർ, അവര് രാത്രിയിൽ എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുകയാണ്. മദ്യമുണ്ടോ? ഇല്ല.
ഇവരുടെ കയ്യിൽ വാളില്ല, കുന്തമില്ല, ആയുധങ്ങളില്ല എന്ന് മാത്രമല്ല, അവരുടെ കയ്യിൽ മദ്യമില്ല, വ്യഭിചാരമില്ല, ഒന്നുമില്ല. അപ്പോ വേദക്കാരായ യഹൂദികളെ, ക്രൈസ്തവരെ, നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ ഏതാണ് ദൈവത്തിന്റെ സൈന്യം? ഇതാണ് ചോദ്യം. ദൈവികമായ ഫിഅത്ത് ഏതാണ്? അള്ളാഹുവിന്റെ സൈന്യം എന്ന് പറയുന്നത് ഏതാണ്? ഈ മദ്യവും മദിരാക്ഷിയുമായിട്ട് വന്ന കൂട്ടരായിരിക്കുമോ? ഇവരാണോ യഥാർത്ഥത്തിൽ നിലനിൽക്കാൻ അർഹരായിട്ടുള്ള ആളുകൾ? അതോ യുദ്ധത്തിന്റെ തലേനാൾ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന നല്ല ഭക്തരായിട്ട് റസൂലുള്ള ദുആ ചെയ്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോയിട്ട് പറയുന്നു, മതി നബിയെ, ഇനി ഇങ്ങനെ പറയല്ലേ, മതി, അള്ളാഹു അതൊക്കെ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഇങ്ങനെ പറയല്ലേ. അത് നിങ്ങൾ ആലോചിച്ചു. പ്രാർത്ഥിക്കുന്ന റസൂലിനോട് പ്രാർത്ഥിക്കേണ്ട അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു എന്നുള്ള ആൾക്കല്ല അതിനെ നോക്കണ്ടേ? അങ്ങനെയുണ്ടല്ലോ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന റസൂലുള്ളാഹിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് പറയാണ്, മതി റസൂലെ, അള്ളാഹു തആല അതൊക്കെ സ്വീകരിക്കും റസൂലെ. അങ്ങനെ ഉണ്ടല്ലോ, അത്രത്തോളം പറഞ്ഞു. എന്തിനാ റസൂൽ കരയുന്നത്? റസൂലുള്ളാഹിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ഈ പറഞ്ഞ ആവശ്യമൊന്നുമില്ലല്ലോ. റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും നേടാനില്ലൊന്നും ആവശ്യമില്ലല്ലോ. മക്കയുടെ അധികാരം തന്നെ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തിനാണ്? അള്ളാഹുവേ, നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ നിലനിൽക്കണം, അതിന് നിന്റെ സഹായം വേണം. അപ്പൊ നിന്റെ സഹായത്തിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇത് പറയാനുള്ള അർഹത നേടിയെടുത്തതിന്റെ ശേഷം പ്രാർത്ഥിക്കാം. അപ്പോ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വ ഉഖറ കാഫിറ, മറ്റൊരു നിഷേധികളാണ്, സത്യനിഷേധികളാണ്. ഇനി യറൗനഹും മിത്ലൈഹിം റഅയൽ ഐൻ, നോക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ട് അവർ അവരുടെ ഇരട്ടിയായിട്ട് എന്നാണ്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരർത്ഥമാണ് ഈ പറഞ്ഞത്, വേറൊരർത്ഥം. അതെന്താന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ പദഘടന അനുസരിച്ചാണ്. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്ന അള്ളാഹ്ക്ക് അറിയായിട്ടല്ല, ഉണ്ടായിക്കോട്ടെ എന്നായിരിക്കും അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടാവുക. അതായത് ആരെ നോക്കുമ്പോൾ ആരെ ഇരട്ടിയായിട്ട് തോന്നി, ആര് നോക്കുമ്പോ ഇരട്ടിയായിട്ട് തോന്നി എന്നുള്ളതിലാണ് അഭിപ്രായ വ്യത്യാസം. ഒരു കൂട്ടർ പറയണത് എന്താന്ന് വെച്ചാൽ, ഈ ശത്രുക്കളായ ആളുകള് വിശ്വാസികളെ നോക്കുമ്പോ ഞങ്ങളുടെ ഇരട്ടിയുണ്ട് വിശ്വാസികൾ എന്ന് തോന്നി എന്നാണ്. അങ്ങനെ തന്നെയല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കി, ഇപ്പൊ വായിച്ചു തോന്നുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലല്ലോ. 1000 ആള് അല്ലേ? 1/3 ഉള്ളൂ ശരിക്ക്. അപ്പോ പിന്നെ 1/3 ഞങ്ങളെക്കാൾ തോന്നുന്നുണ്ട് എന്ന് തോന്നിച്ചു. അപ്പൊ നമ്മള് മലക്കുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അപ്പൊ ആ തോന്നൽ അവരിൽ എന്തായി? ഭയം ഉണ്ടാക്കി, ഭീതി ഉണ്ടാക്കി, അങ്ങനെ ഭീതി ജനിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ ഈ പദഘടന അനുസരിച്ച് അങ്ങനെ തന്നെ ആവണം എന്നില്ല. നോക്കുന്ന ആർക്കും തോന്നുന്ന ഒരു സംഗതിയെ കുറിച്ചാവാം. അതായത് യഥാർത്ഥത്തിൽ ഇവർ 3 ഇരട്ടി ഉണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിൽ 2 സൈന്യത്തെയും നോക്കുകയാണെങ്കിൽ തന്നെ മുസ്ലിങ്ങളുടെ ഇരട്ടിയുണ്ട് ശത്രുക്കൾ എന്ന് ആർക്കും തോന്നാവുന്ന അത്രയും ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എത്ര ആള് പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ പലർക്കും പല കാഴ്ചപ്പാട് വരും. ചില ആൾക്കാർ ഒരു 100 ആളൊക്കെ ഉണ്ട് എന്ന് പറയും. ചില വിദഗ്ധരായ ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് ശരിക്കുള്ള എണ്ണം തന്നെ അങ്ങ് പറയും. ചില ആൾക്കാര് അതിനേക്കാൾ തോനെ പറയും. നമ്മൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പലപ്പോഴും പിന്നെ 1,00,000 പേരുടെ റാലി എന്നൊക്കെ പറഞ്ഞ് മുതലക്കൊളുത്ത് പരിപാടി എടുത്തു. മുതലക്കൊളുത്ത് എത്ര ആളൊക്കെ ഉള്ളു എന്നുള്ളത് ശരിക്കുള്ള പരിപാടി എടുത്തുള്ളവർക്ക് അറിയാം. അപ്പോ പക്ഷെ അങ്ങനെ തോന്നും ചിലപ്പോ അല്ലെ, മൊത്തം റോഡൊക്കെ ബ്ലോക്കായി. അപ്പോ തോന്നലാണത്. അപ്പൊ 2 സൈന്യങ്ങൾ ഇതാ, ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സൈന്യം, ഒന്ന് നിഷേധികളുടെ സൈന്യം. ഇവ 2 പേരും ഇങ്ങനെ വരുമ്പോൾ റഅയൽ ഐൻ, കൺകാഴ്ചയിൽ ഈ ശത്രു സൈന്യം എത്രയുണ്ട്? ഈ
സത്യസാക്ഷികളുടെ ഇരട്ടി എന്തായാലും ഉണ്ട് എന്ന് ഒറ്റ കാഴ്ചയിൽ തന്നെ തോന്നുന്നത്രയും ഉണ്ട്. എന്നിട്ടും ആര് വിജയിച്ചു? അവിടെയാണ് അതിന്റെ പോയിന്റ് കിടക്കുന്നത്. എന്നിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളവർ വിജയിച്ചു. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇനി മറ്റൊന്നുള്ളത് എന്താന്ന് ചോദിച്ചാൽ, പിന്നെ ശത്രുക്കൾക്ക് തന്നെ സ്വയം തോന്നി ഞങ്ങൾ ഓലെക്കാട്ടിലും ഓല ഇരട്ടിണ്ട് എന്ന് അവർക്ക് തന്നെ തോന്നി. അത് വെറും തോന്നലല്ല, ഇരട്ടിയല്ല, മൂന്നിരട്ടിയുണ്ട്. പക്ഷെ മൂന്നിരട്ടി ഉണ്ടായിട്ടും ഇരട്ടിയുണ്ട്. ആ തോന്നൽ എന്താന്ന് വെച്ചാൽ അഹങ്കാരത്തിന്റെ, ഞങ്ങൾക്ക് മതിയായവരാണ്, ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും അതുകൊണ്ടാണല്ലോ ഈ കച്ചവട സംഘത്തെ ഒന്നും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല, അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്നൊക്കെ അറിഞ്ഞിട്ടും എന്തായത്, ഇവര് ഒഴിഞ്ഞങ്ങ് പോകാതെ, അല്ലല്ല ഇന്ന് തന്നെ തീർത്ത് കളയണം എന്നൊക്കെ വിചാരിച്ചു പോയത്. യഥാർത്ഥത്തില് ആ തീർത്ത് കളയണമെന്ന് വിചാരിച്ചവനാണ് തീർന്നതെന്ന്, അല്ലെ? അപ്പൊ അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റമായിരുന്നു അവരുണ്ടായത്. അപ്പൊ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പോയിന്റ് യഥാർത്ഥത്തിൽ അതല്ല. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മയ്യശാ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഉദ്ദേശിക്കുന്നവരെ, അവൻ ഇച്ഛിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അല്ലാഹു സഹായം ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, ബസീറത്തുള്ള ആളുകൾക്ക്. ഇവിടെ രണ്ട് കാഴ്ചയെ കുറിച്ച് പറഞ്ഞു. ഒന്ന് റഈ എന്ന് പറയുന്ന ഒരു കാഴ്ചയെ കുറിച്ചു, റഈൽ ഐൻ, കൺ കാഴ്ച. പിന്നെ പറയുന്നത് ബസീറത്താണ്. ബസീറത്തിന് കണ്ണട വേണ്ട, കണ്ണട ഉണ്ടായിട്ടും കാര്യമില്ല. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം പറഞ്ഞു. ആ കണ്ണട ഈ കണ്ണടനെ കുറിച്ചല്ല പറഞ്ഞത്. ഈ കണ്ണട ഇട്ടിട്ട് എന്ത് ചെയ്യില്ല, മങ്ങിയ കാഴ്ച ഒഴിവായി പോകുന്നില്ല. അത് നമ്മളുടെ ഭൗതിക കാഴ്ചകൾ മാത്രം. ഉൾക്കാഴ്ച എന്ന് പറഞ്ഞൊരു സംഗതി, ആ ഉൾക്കാഴ്ച ഉള്ളവർക്ക് ഇതിൽ ഗുണപാഠമുണ്ട്. ഉൾക്കാഴ്ച ഇല്ലാത്തവർ ബനു ഖൈനുഖാവ് പറഞ്ഞ മാതിരി എന്തോ അറിയും, അതിഞ്ഞ് ഓലായിട്ട് തോൽപ്പിച്ചാണ്, ഞങ്ങളെടുത്ത് വന്നാൽ അതൊന്നും നടക്കൂല എന്ന് പറയും. അപ്പൊ യഥാർത്ഥത്തിൽ വിജയ പരാജയങ്ങളുടെ മാനദണ്ഡം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഭൗതിക മാത്ര പ്രസക്തമല്ല. അതിനപ്പുറത്തും വിജയത്തിനും പരാജയത്തിനും ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നുള്ള വലിയ ഗുണപാഠമാണ് ബദർ നൽകുന്നത് എന്ന് മനസ്സിലാവുക ആർക്കാണ്? ഉൾക്കാഴ്ച ഉള്ളവർക്കാണ്. അപ്പൊ അവര് നോക്കുമ്പോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പൊ മദീനയും മക്കയും തമ്മിലുള്ള ഈ ഒരു വലിയ സംഘർഷം, ആ സംഘർഷത്തിൽ തോറ്റ് തുന്നമ്പാടി പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന രീതിയിലായി പോകുമായിരുന്ന ഒരു കൊച്ചു സംഘം, എത്ര കൊച്ചു കൊച്ചു സൈന്യങ്ങളാണ് വലിയ വലിയ സൈന്യങ്ങളെ പരാജയപ്പെടുത്തിയത് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അതെപ്പോഴാണ് ചോദിച്ചത്? അത് നേരത്തെ പറഞ്ഞ സംഭവത്തിലാണ് ചോദിച്ചത്. നേരത്തെ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സംഭവത്തിലാണ്. ആ സംഭവത്തിൽ ചോദിച്ച അതേ കാര്യം തന്നെ ഇവിടെ ഇതാ ആവർത്തിച്ചിരിക്കുകയാണ്. ആ ആവർത്തനമാണ് യഥാർത്ഥത്തിൽ ഉൾക്കാഴ്ച ഉള്ളവന് തിരിച്ചറിവ് നൽകുന്ന പാഠം എന്ന് പറയും. അപ്പൊ നമ്മൾ ആരിലാണ് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടത്? ആരുടെ മുമ്പിലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായും വിധേയപ്പെടുത്തേണ്ടത്? ആരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചു നിൽക്കേണ്ടത്? നമ്മൾ ആരെയാണ് കാത്തിരിക്കേണ്ടത്? ആരുടെ വാഗ്ദത്വമാണ് നമ്മൾ കാര്യമായിട്ട് കാണേണ്ടത് എന്ന ഒരു പാഠമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ബദർ നൽകുന്നത്. ബദരീങ്ങൾക്ക് വേണമായിരുന്നെങ്കിൽ രാജിയാവാമായിരുന്നല്ലോ പല നിലക്കും. പക്ഷെ അവർ രാജിയായിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ലല്ലോ, അല്ലേ? ഞങ്ങളിപ്പോ എന്തെല്ലാം പറയായിരുന്നു വേണമെങ്കിൽ ന്യായം, ഇപ്പൊ ഏതായാലും ഒന്ന് സെറ്റായി വരുന്നുള്ളൂ, നമ്മുടെ രാജ്യം ഒന്ന് ഉഷാറായി വരുന്നുള്ളൂ, അപ്പൊ അതുവരെ നമുക്ക് വേണമെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഇതൊന്നും നിൽക്കുന്നില്ല. കാരണം അള്ളാഹു എന്ന് പറയുന്ന ഒരു രക്ഷകൻ, ഒരു സഹായി ഉണ്ട് എന്നത് അവരെ സംബന്ധിച്ച് ഒരു അമർചിത്ര കഥയിലെ കഥാപാത്രമായിട്ടല്ല അവർ അള്ളാഹിനെ കാണുന്നത്.
അവർ അള്ളാഹുവിനെ കാണുന്നത് റിയലായിട്ട്. അള്ളാഹു അവിടെ ഉണ്ട്, അള്ളാഹുവിന്റെ സഹായമുണ്ട്, അള്ളാഹുവിന്റെ തീരുമാനമാണ് നടക്കുക, അള്ളാഹുവിന്റെ തീരുമാനത്തിന് അപ്പുറത്തേക്ക് വേറൊന്നും പോവുകയില്ല എന്നത് അവരുടെ ഒരു ദൃഢബോധ്യമായിരുന്നു എന്നത്. അപ്പൊ ഇവിടെ യഹൂദികൾക്ക് ഇതൊരു പാഠമാണ്. ഇസ്രായേൽ സമൂഹത്തിൽ നടന്നത് ഇതാ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു. ക്രൈസ്തവർക്ക് ഇവിടെ പാഠമാണ്. ക്രൈസ്തവർക്കും അറിയാവുന്ന കഥയും അവരും വിശ്വസിക്കുന്ന കഥയുമാണ് ഈ കഥ. ദാവൂദിന്റെ സംഭവമൊക്കെ, സുലൈമാന്റെ സംഭവം അവർക്കറിയാം, ദാവൂദിൻ്റെത് അവർക്കറിയാം, താലൂത്തിന് അവർക്കറിയാം, ഗോലിയാത്തിന് അവർക്കറിയാം. അവർക്ക് പാഠമാണ്. മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് ഇത് പാഠമാണ്. കാരണം മക്കയിലുള്ള മുശ്രിക്കുകൾ ഒരിക്കലും ഈ ഒരു പരാജയം പ്രതീക്ഷിച്ചതല്ല, അവർക്കറിയാവുന്ന കാര്യമാണ്. അവരുടെ കുടുംബക്കാരാണ് ആര്? മദീനയിലുള്ളവര്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. ഈ തുഖാത്തിലു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ സമരം ചെയ്യുന്ന ആളുകളോട് പടപെട്ടാൻ വന്നത് ആരാണ്? നിങ്ങൾ അൻസാരികളെ അവിടെ നിർത്ത്. മുഹാജിറുകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന ആളുകള് ആരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്? സ്വന്തക്കാരാണ്. എളാപ്പ, അമ്മോന്, അല്ലേ, കുടുംബക്കാര്, തറവാട്ടുകാര്, ഒന്നിച്ചു കഴിഞ്ഞ ആൾക്കാര്. അങ്ങനെയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ നാട്ടിലുള്ളതുപോലെ എളാപ്പയും മൂത്താപ്പയും തെറ്റിക്കുന്ന പരിപാടി ആടില്ല. അപ്പൊ ആദ്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ വിചാരിക്കും എളാപ്പയും മൂത്താപ്പയും അമ്മോനൊക്കെ അല്ലേ അപ്പുറത്തുള്ള, പിന്നെ സുഖല്ലേ. കാരണം എന്താണ്? ഓർക്കൊന്നും കൊടുക്കാൻ കിട്ടുള്ള ചാൻസ് അല്ലേ അത്. അങ്ങനല്ല അവരുടെ ബന്ധം. അവരുടെ കുടുംബ ബന്ധം എന്ന് പറയുന്നത് അതിശക്തമായിരുന്നു. കുടുംബ ബന്ധത്തിന്റെ അപാരമായ ഉദാഹരണമായിരുന്നു അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നത്. അവര് ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളെ എന്തെങ്കിലും ചെയ്താൽ, ആ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരെ എന്തെങ്കിലും ചെയ്താൽ അവരെല്ലാവരും ഒന്നിക്കുമായിരുന്നു. അത്ര വലിയ കുടുംബ ബന്ധം സൂക്ഷിച്ച ആൾക്കാര്. ആ കുടുംബ ബന്ധം ഇസ്ലാം അതിനെന്ത് ചെയ്തിരിക്കുന്നു? അതിനെ അംഗീകരിക്കുകയും മാനിക്കുകയും ബഹുമാനിക്കുകയും അത് ദൈവിക ഗുണമാണെന്ന് പ്രഖ്യാപിക്കുകയും അത് പുലർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവം? ഇവിടെ ഇഷ്ടമുള്ളതിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള ആദർശം തെരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടക്കുന്ന പോരാട്ടമാണ്. സ്വാതന്ത്ര്യ പോരാട്ടം. നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ പിറ്റേന്നാണുള്ളത്. സ്വാതന്ത്ര്യ പോരാട്ടമാണ് നടക്കുന്നത്. അല്ലാണ്ട് ഒരാള് മുസ്ലിം ആണോ അല്ലെങ്കിൽ വേറെന്തോ ആവണോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഒരാൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന ഈ കയ്യേറ്റ ശ്രമത്തെ പരാജയപ്പെടുത്തും. അത് ആദർശ മാർഗത്തിലുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ മുന്നിലുള്ളത് ആര് എന്ന് നോക്കുന്നില്ല, നോക്കാൻ പാടില്ല. അവിടെ ഒന്നുകിൽ സത്യത്തിന്റെ കക്ഷികൾ അല്ലെങ്കിൽ അസത്യത്തിന്റെ കക്ഷികൾ എന്നത് മാത്രം. ഇതാണ് മുശ്രിക്കുകൾക്കുള്ള വലിയ പാഠം. ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കും ഖുർആൻ വായനക്കാർക്കും ഉള്ള പാഠം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാൻ തയ്യാറാകുന്നത് അള്ളാഹുവിന്റെ മുമ്പിലാണെങ്കിൽ എന്താണ്? അള്ളാഹു ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും വയുസബ്ബിതു അഖ്ദാമക്കും. നിങ്ങൾ ആരാണോ അള്ളാഹുവിനെ സഹായിക്കുന്നത്, അള്ളാഹു അവരെ സഹായിക്കും, അവരുടെ പാദങ്ങൾക്ക് അവൻ ഉറപ്പ് നൽകുകയും ചെയ്യും. അടിയുറച്ച് നിൽക്കണം എന്നാണ്. പക്ഷേ ബദർ കഴിഞ്ഞു. ആ ബദറിൽ ഈ വലിയ സംഭവം ഉണ്ടായി. ബദറിൽ നിന്ന് ഖുറൈശികൾ എന്തെങ്കിലും പഠിച്ചോ? ഇല്ല. അവരവിടുന്ന് വെല്ലുവിളി നടത്തി തിരിച്ചുപോയി. ആ വെല്ലുവിളി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഹിന്ദു ഉൾപ്പെടെയുള്ളവരുടെ വെല്ലുവിളിയായിരുന്നു. ഹിന്ദു ഉൾപ്പെടെയുള്ളവർ വെല്ലുവിളിച്ചു പോയി. ഹിന്ദുവിന്റെ കുടുംബക്കാരൊക്കെ ഇതിൽ കൊല്ലപ്പെട്ടത് കൊണ്ടാണ്. അങ്ങനെ പക വീട്ടുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു പോയി. മദീനയിലെ ജൂതഗോത്രങ്ങൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മാറുന്നതിന് പകരം അവരെ വലിയ വംശീയ ബോധം പിടികൂടുകയും അവര് ഞങ്ങളുടെ ഗോത്രത്തിൽ നബി വന്നാലേ അംഗീകരിക്കൂ എന്നുള്ളതിൽ ശാഠ്യം പിടിച്ചു നിൽക്കുകയും ചെയ്തു. ബനു ഖൈനുഖാ പോലെയുള്ള ഗോത്രങ്ങൾ, അതുപോലുള്ള ജൂതഗോത്രങ്ങൾ കരാർ ലംഘിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ അടിക്കാം എന്നുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുകയും ചെയ്തു. കൃത്യം കുറഞ്ഞ മാസങ്ങൾ കഴിയുമ്പോഴേക്ക്
എന്തായി? ഉഹുദ് യുദ്ധം ഉണ്ടായി. ആ ഉഹുദ് യുദ്ധമാകുമ്പോഴേക്ക് പിന്നീട് നേരത്തെ പറഞ്ഞ ബദറിലെ പക വീട്ടാനുള്ള ഒരു സന്ദർഭമായി മുതലെടുത്ത് ഹിന്ദു ഉൾപ്പെടെയുള്ള ആളുകൾ വഹ്ശിനെ വരെ പറഞ്ഞയച്ചു. അങ്ങനെയുള്ള സംഭവം ഉണ്ടായി. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ഹിന്ദു വരെ പിന്നീട് എന്തായി? മാറി. ഈ അബൂ സുഫിയാൻ, ഈ പറഞ്ഞ യുദ്ധത്തിന് വേണ്ടി റെഡിയായ അബൂ സുഫിയാൻ വരെ മാറി. ഇത് പിൽക്കാലക്കാരായ നമുക്കൊക്കെ വലിയ പാഠമാണ്. ഇത്രയും വലിയ പടനീക്കങ്ങൾക്ക് കാരണമായവർക്ക് പോലും അവരുടെ ആദർശത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. അവര് ഭീരുക്കളോ അല്ലെങ്കിൽ ഞങ്ങൾ മാറിയില്ലെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന് പേടിച്ചിട്ടുള്ള ആൾക്കാരല്ല. അവരൊക്കെ എന്ന് പറഞ്ഞാല് പിന്നെ ഇനിയിപ്പോ കൊല്ലപ്പെടാണ് കൊല്ലപ്പെടട്ടെ, എന്നാലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്ന് വിചാരിക്കുന്ന അങ്ങനെയുള്ള സ്വഭാവക്കാരാണ്. പക്ഷേ അവരൊരു ആത്മഹത്യക്ക് പോലും മുതിർന്നില്ല. നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകള് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, അവര് തോൽക്കുന്നു തോന്നിയാൽ എന്നാ പിന്നെ ഞാൻ കൊല്ലപ്പെടണ്ട, ഞാൻ എന്ത് ചെയ്യണ്ട, അവരെ കൈകൊണ്ട് മരിക്കണ്ട, ഞാൻ സ്വയം മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ പോലും ചെയ്യാതെ ഇവരിൽ ആദർശമാറ്റം ഉണ്ടായി എന്നത് വലിയ സംഗതിയാണ്. അത് വലിയൊരു പാഠമാണ്. കാരണം ആദർശമാറ്റം അവർക്ക് പോലും സംഭവിച്ചു. പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അബൂ സുഫിയാനും ഹിന്ദുനും ഉൾപ്പെടെ സാധിച്ചില്ല. മദീനയിലെ ജൂത ഗോത്രങ്ങൾക്ക് കഴിഞ്ഞില്ല. അവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും, അവര് പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ പയറ്റിയെങ്കിലും, മുനാഫിക്കുകൾ അവര് സഹായിച്ചെങ്കിലും, ഖുറൈശികൾ അവര് വേറെ നിലക്ക് സപ്പോർട്ട് ചെയ്തെങ്കിലും, അവരൊക്കെ പിന്നീട് എന്തായി? പല നിലക്കും അവരുടെ പിൻഗാമികളും പിന്മുറക്കാരും ഗോത്രത്തിലുള്ള വിവിധ ആൾക്കാരുമൊക്കെ പല നിലക്കും അവർ ഇസ്ലാമിന്റെ കൊടിക്കൂറക്ക് കീഴിലേക്ക് മെല്ലെ മെല്ലെ വന്നു കയറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതും ഈ പറഞ്ഞ ഒരു ദൃഷ്ടാന്തത്തിന്റെ ആയത്തിന്റെ ദീർഘകാല ഫലമായിട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് അതിമനോഹരമായ ചില പാഠങ്ങളാണ് ഇതിന്റെ ശേഷം വരുന്ന ആയത്തുകളിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതിൽ പറയണതിന്റെ പെണ്ണുങ്ങളെ പറ്റിയാണ്. സ്ത്രീകള്, മക്കള്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, മേത്തരം കുതിരകൾ, കന്നുകാലികൾ, കൃഷിയിടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കിട്ടുന്നതിനെ കുറിച്ചുള്ള വർത്താനാണ്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ആഴ്ച നമുക്ക് എടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചെരുമാറാകട്ടെ. ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന്, ശമനമില്ലാത്ത രോഗങ്ങളിൽ നിന്ന്, വീട്ടിൽ തീർക്കാൻ കഴിയാത്ത കടബാധ്യതകളിൽ നിന്ന്, മരണസമയത്തെയും ഖബറിലെയും നരകത്തിന്റെയും അദാബുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരാണ്? നെല്ലുവയൽ അബൂബക്കർ. കഴിഞ്ഞ ദിവസം ഞാൻ മെസ്സേജ് കണ്ടു. അള്ളാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിൽ അവർക്കെല്ലാവർക്കും സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മയും നമ്മുടെ മുൻഗാമികളെയും പൂർവ്വഗാമികളെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഖുർആൻ ക്ലാസ് എടുക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത്, വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം പനിച്ചിട്ട് ശബ്ദം പോയി, സംസാരിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വേറെയും ഒരു ദീനി മാർഗത്തിലെ പ്രഭാഷകൻ ഇതേപോലെ തന്നെ പനി വന്നിട്ട് തീരെ സംസാരിക്കാൻ കഴിയാതെ ഒച്ച പോയി. ചിലപ്പോ വോക്കൽ കോഡ് ഓപ്പറേഷനൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിലുള്ള ഫലം. പ്രാർത്ഥനക്കാണ് അതിന്റെ ഫലം ഉണ്ടാവുക. അള്ളാഹു വലിയ മുസീബത്തുകളൊന്നും ഇല്ലാതെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.